1 ലിറ്റർ പാം ഓയിലാണ്. ഇതിന് 25 രൂപയെങ്ങാണ്ടേ ഉള്ളൂ വില. എല്ലാത്തിനും വില കുറവാണ്. ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു ബ്ലോഗാണ്. നമ്മൾ റേഷൻ കടയ്ക്ക് പോകുന്നൊരു വീഡിയോ ആണെന്ന്. നമ്മുടെ തമിഴ്നാട്ടിലെ റേഷൻ കടയിൽ എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ബ്ലോഗ്. ഞാൻ ഇതിന് മുന്നേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ കൂട്ടുകാർക്ക്, ന്യൂ ആയിട്ട് വരുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. റീയൂസ്ഡ് കണ്ടെന്നാണ് വിചാരിക്കരുത്. പിന്നെ നമ്മൾ റേഷൻ കടയ്ക്ക് പോകണം. സഞ്ചിയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. റേഷൻ കടയ്ക്ക് പോകണം. ആ വഴി പോസ്റ്റ് ഓഫീസിൽ പോകണം. ഫസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ പോകണം, പിന്നെ കടയിൽ പോകണം. ആ വഴി നമുക്ക് ലാസ്റ്റ് റേഷൻ കടയ്ക്ക് പോയിട്ട് വരാം. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. സൈശേട്ടൻ ജോലിക്ക് പോയി, അബിക്കുട്ടൻ സ്കൂളിൽ പോയി. ഞാൻ വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് ഒരു 12 മണിയാവാറായി. നമ്മൾ റേഷൻ കടയ്ക്ക് പോവുകയാണ്. നമ്മൾ കേരളത്തിലെ റേഷൻ കടയിൽ നമുക്ക് അരി, പച്ചരി, പിന്നെ ഗോതമ്പ്, പഞ്ചസാര കിട്ടുമെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ 5 വർഷമായി കേരളത്തിൽ നിന്ന് വന്നിട്ട്. അങ്ങനെ സാധനങ്ങളാണ് ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട്, ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട് റേഷൻ കടയ്ക്ക്. നമ്മുടെ തമിഴ്നാട്ടിലെ റേഷൻ കട വഴി 1000 രൂപ വീതം എല്ലാ മാസവും നമ്മുടെ തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് നമ്മുടെ ഗവൺമെൻറ് കൊടുക്കാറുണ്ട് കേട്ടോ. തമിഴ്നാട്ടിലെ ഗവൺമെൻറ് അത് എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിൽ വരും. അങ്ങനെയൊക്കെ സഹായങ്ങളൊക്കെ ഉണ്ട്. ചില നേരം അരിയൊക്കെ വരുന്ന സമയത്ത്, ആദ്യത്തെ അരി വരുന്ന സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ, നല്ല ക്യൂ ആയിരിക്കും. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ട്രിപ്പാണ് അരി വരുന്നത്. ആദ്യത്തെ ഇതെല്ലാം വന്നിട്ട് തീർന്നു പോയി. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അരി മേടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അറിയത്തില്ല, ചെന്നാലേ അറിയാൻ പറ്റൂ. ഇവിടെ ഒരു ചെറിയൊരു കയറ്റമാണ് കേട്ടോ, എൻ്റെ കണ്ടില്ലേ. ആ കയറ്റം കയറി വരുമ്പോൾ തന്നെ നമ്മൾ നല്ലവണ്ണം അയക്കും. ഫസ്റ്റ് പോസ്റ്റ് ഓഫീസിലാണ് പോകേണ്ടത്. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കുറച്ച് പൈസ ഇട്ടിട്ട് ആ വഴി നമുക്ക് കടയ്ക്ക് പോകണം. തുണി സോപ്പൊക്കെ മേടിക്കണം കേട്ടോ. സോപ്പ്, പിന്നെ എന്തോ ഒരു സാധനം മേടിക്കണം, മറന്നുപോയി. അവിടെ ചിലപ്പോൾ ഓർക്കാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആക്കും നമ്മൾ റേഷൻ കടയ്ക്ക് പോകുന്നത്. പിന്നെ നമുക്ക് 3 പേർക്ക്, ഞാനും സൈശേട്ടനും പിന്നെ അബിക്കുട്ടനും, നമ്മൾ ഇത്ര പേര് നമ്മുടെ കാർഡിലുള്ളത്. നമുക്ക് 18 കിലോ അരിയുണ്ട്. ഞാൻ അരി മേടിച്ചിട്ട് അതിൻ്റെ അടുത്തൊരു വീടുണ്ട് കേട്ടോ, അവിടെ വയ്ക്കും. സൈശേട്ടൻ വൈകുന്നേരത്ത് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് സൈശേട്ടൻ എടുത്തിട്ട് വരും അരി. നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരും കേട്ടോ. പിന്നെ നമ്മൾ റേഷൻ കടയിൽ പോണ വഴിയെല്ലാം നല്ല വഴിയാണ്, കാടുകളാണ്. നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. അപ്പം ഇതാണ് പള്ളി. ഇത് വേങ്കോട് ചർച്ച് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ പള്ളിയുടെ വക തന്നെ ഇത് ഓഡിറ്റോറിയമാണ്. ഈ ഓഡിറ്റോറിയത്തിലാണ് നമ്മളെ സൈശേട്ടൻ എൻ്റെ കല്യാണം റിസപ്ഷൻ പാർട്ടിയൊക്കെ വെച്ചിരുന്നത്. തലേന്ന് പെണ്ണ് കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞിട്ട് വൈകുന്നേരം റിസപ്ഷനില്ലേ, ആ കല്യാണം ഇവിടെ വെച്ചായിരുന്നു റിസപ്ഷനൊക്കെ. ഇതിന് മുകളിലായിരുന്നു ഞാൻ സൈശേട്ടനും ഒരുങ്ങിയൊക്കെ ഇരുന്നത്. ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്ക് പഴയതെല്ലാം ഓർമ്മ വരും. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നതും തമിഴ്നാട്ടിൽ വന്നതും കല്യാണം നടന്നതെല്ലാം. റേഷൻ കട തുറന്നിരിക്കാ കൂട്ടുണ്ടാ? അപ്പടിയാ? ആ ശരി. എന്നാ അരിയോ? വെള്ള അരിയാ? ശരി. അപ്പോൾ പള്ളിയുടെ ഫ്രണ്ട് വശമുണ്ട്. നല്ല വലിയ പള്ളിയാണ് വേങ്കോട് ചർച്ചെന്ന്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്. ഇതാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങി കേട്ടോ, പൈസ ഇട്ടു. പിന്നെ നമ്മൾ റേഷൻ കടയ്ക്ക് പോവുകയാണ്. റേഷൻ കടയിൽ പോയിട്ട് ലാസ്റ്റ് നമുക്ക് ആ വഴി കുറച്ച് സാധനം പലചരക്കട മേടിക്കാനുണ്ട്, അവിടെ മേടിക്കാൻ വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല വെയിലാണ്. ഈ പള്ളിയുടെ തന്നെ പുതിയൊരു എന്താ പറയുക, മാതാവിൻ്റെ രൂപം വെച്ച സ്ഥലമാണിത് കേട്ടോ. അതിൻ്റെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാ അരിസി? എന്നാ ചിന്നതാ? അപ്പൊ അങ്ങനെ കൊണ്ടുവച്ചാ നമ്മുടെ തമിഴ്നാട്ടിലെ പാട്ടിമാരെ കണ്ടോ. റേഷൻ കട പോയിട്ട് വരുവാണ്. ഇവിടെ ഒരു കയറ്റമാണ് കേട്ടോ. നല്ല താഴോട്ട് പള്ളിയാണ്. പള്ളി വഴി നല്ല കയറ്റമാണ്. അതിൻ്റെ കൂടെ ഒടുക്കത്തെ വെയിലും. കയറ്റം ഇങ്ങനെ കയറി വന്നപ്പോൾ നമ്മുടെ റേഷൻ കട എത്തി കേട്ടോ. അപ്പോൾ നമുക്കിനി റേഷൻ കാർഡൊക്കെ എടുത്ത് വയ്ക്കാം. തിരക്കണമെന്ന് അറിയത്തില്ല. നമ്മൾ റേഷൻ കാർഡ് എടുത്തു. അപ്പോൾ നമ്മൾ റേഷൻ കട എത്തിക്കഴിഞ്ഞു കേട്ടോ. ഒരു സ്ത്രീയാണ് ബില്ലടായിരിക്കുന്നത്. പിന്നെ അരിയൊക്കെ തൂക്കി കൊടുക്കാനായിട്ട് ഒരു പയ്യനും ഉണ്ട് കേട്ടോ. റേഷൻ കടയുടെ സൈഡിൽ ഒരു ബോർഡ് വെച്ചേക്കുന്നു, അതിൽ തമിഴ് എഴുതി വെച്ചേക്കുന്നു. നമുക്ക് തമിഴ് വായിക്കാൻ അറിഞ്ഞിടത്തോളം നമ്മളത് അപ്പോഴേ അങ്ങ് വിട്ടു കേട്ടോ.
നമ്മുടെ കടയോട് ചേർന്ന് തന്നെയുള്ള ഈ വീട്ടിലാണ് നമ്മൾ അരി വെക്കുന്നത്. നമുക്കറിയാവുന്ന ചേച്ചി തന്നെയാണ്. ഇതാണ് നമുക്ക് കിട്ടിയ അരി. നല്ല ഉരുണ്ട അരിയാണ് കേട്ടോ. വേവിക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അരി പോലെ തന്നെയാണ്. അയ്യോ, അരി നല്ല വെയിറ്റാണ്. അല്ലേ, നമുക്ക് ഈ വീട്ടിൽ വെക്കാം. നമുക്കറിയാവുന്ന ചേച്ചിയുടെ വീട് തന്നെയാണ്. സൈശ്വരം വൈകിട്ട് എടുത്തിട്ട് വരും കേട്ടോ. ഗീതേച്ചി, ഗീതേച്ചി, ആരെയും കാണുന്നില്ല പുറത്ത്. വൈകിട്ട് വരെ സൈശ്വരം എടുക്കാം. അരി നമ്മൾ ആ വീട്ടിൽ വെച്ച് ഇത്തിരി അരി ചമന്നപ്പോൾ തന്നെ ഞാൻ നല്ല വിയർത്തു കേട്ടോ. ടയേർഡായിട്ട് പിന്നെ നമുക്കിനി പലഞ്ചിന കടയിലൂടെ കയറണം. ഇത് നമ്മുടെ സാധനം മേടിക്കാനുള്ള കട ഇപ്പോൾ എത്തിക്കഴിഞ്ഞ് ഇറക്കത്താണ് കട ഇരുന്നത്. കടയിൽ വന്നപ്പോൾ ഞാനൊരു സാധനം മേടിച്ചു കേട്ടോ. ഒരു സബ്സ്ക്രൈബർ എന്നോട് കുറേ നാളുകൊണ്ടേ പറയുന്നൊരു കാര്യമാണ് കൺമഷി എഴുതണമെന്ന്. ഞാൻ കൺമഷി എഴുതാറില്ല. അപ്പോൾ കടയിൽ വന്നപ്പോൾ എനിക്കൊരു കൊതി തോന്നി. അങ്ങനെ ഞാൻ ഒരു കൺമഷി മേടിച്ചു. അപ്പോൾ നമ്മൾ കടയ്ക്കും പോച്ചു. തമിഴ് കയറി വരുന്നു. കടയ്ക്ക് പോയി ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ പോയിട്ട് വീട്ടിൽ വന്ന് ആദ്യം ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. നല്ല ദാഹം, നല്ല വെയിലായിരുന്നു പോകുന്ന സ്ഥലത്തല്ല. അപ്പോൾ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് നമ്മൾ റേഷൻ കടയിൽ കിട്ടിയ സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഞവര വെള്ളമാണ് കേട്ടോ. കുറച്ച് കുടിക്കാം. അതൊക്കെ ദാഹമാണ് കേട്ടോ. ചുട്ട വെയിലായിരുന്നു. ആ പള്ളിയുടെ അടുത്തൊക്കെ നല്ല വെയിലായിരുന്നു. തലയെല്ലാം ചൂടായിട്ട്. അപ്പം നമ്മുടെ റേഷൻ കടയിൽ ഞാൻ അരി മേടിച്ചു. അടുത്ത വീട്ടിൽ വെച്ചു. പിന്നെ പഞ്ചസാര മേടിച്ചു കേട്ടോ. പഞ്ചസാര എല്ലാ കാർഡിനും ഉണ്ട്. 1.5 കിലോ പഞ്ചസാര ഉണ്ട് ഞങ്ങൾക്ക്. അത് തുച്ഛമായ വിലയാണ് പഞ്ചസാരയ്ക്ക്. അരി ഫ്രീ ആണ് കേട്ടോ. പിന്നെ പാം ഓയിലുണ്ട്. പാം ഓയിൽ ഇത് 1 ലിറ്റർ പാം ഓയിലാണ്. ഇതിന് 25 രൂപ കണ്ടേ ഉള്ളൂ വില. എല്ലാത്തിനും വില കുറവാണ്. പിന്നെ നമ്മൾ ഗോതമ്പ് മേടിച്ചു കേട്ടോ. പിന്നെ അതേ ഗോതമ്പ് മേടിച്ചു. പിന്നെ നമ്മൾ തുവരപ്പരിപ്പ് മേടിച്ചു കേട്ടോ. അപ്പം ഞാൻ ഇത്ര സാധനം മേടിച്ചോളൂ. പിന്നെ അതുകൂടാതെ നമുക്ക് റേഷൻ കടയിൽ സോപ്പുണ്ട്, തേയില, പിന്നെ പൊടി ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ. ആട്ട, മൈദ, അങ്ങനെ റവ, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ തമിഴ്നാട്ടിലെ റേഷൻ കടയിൽ കിട്ടുന്നത്. പിന്നെ നമ്മൾ കടയിൽ നിന്നും സാധനം മേടിച്ചത് കുറച്ച് സാധനം മേടിക്കാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റെക്സിൻ്റെ കരി മേടിച്ചു. പിന്നെ മഞ്ഞപ്പൊടി മേടിച്ചു, കടുക് മേടിച്ചു, പിന്നെ തുണിയുടെ സോപ്പ്, മോന് ഒരു കുഞ്ഞ് ബിസ്ക്കറ്റ് കേട്ടോ. വൈകുന്നേരത്ത് ചായ കുടിക്കാനായിട്ട് ബിസ്ക്കറ്റ് കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു. ചുമയാണ്, അതുകൊണ്ട് ചെറിയൊരു ബിസ്ക്കറ്റ് മേടിച്ചു. അപ്പോൾ നമ്മൾ ഐറ്റക്സിൻ്റെ കരി ഞാൻ കണ്ണിൽ കരി അങ്ങനെ എഴുതാറില്ല. അപ്പം ഞാൻ എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ പറഞ്ഞു, പെൺകുട്ടിയാണ്, കരി എഴുതാത്തെന്താ, കരി എഴുതാൻ പറയുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കൊതിയൊന്ന് കരി മേടിച്ചതാണ്. ഞാനങ്ങനെ വലിയ മേക്കപ്പൊന്നും ചെയ്യാറില്ല. ഫോട്ടോ ഇട്ട് പൊട്ടിടുക, ഇത്രേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി ഞാൻ പേര് പറയുന്നില്ല. ആ കുട്ടിക്ക് വേണ്ടി ഞാൻ കരി മേടിച്ചു. പിന്നെ വേറെയുള്ള എന്നോട് മൂക്ക് കുത്താൻ പറഞ്ഞിട്ടുണ്ട്. മൂക്ക് കുത്താൻ മുഖത്ത് മൂക്ക് കുത്തി എങ്ങനെ ഇരിക്കുന്നത് അറിയത്തില്ല. ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ട് കുത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ നല്ല എന്താ സ്നേഹം ആൾക്കാർക്കൊക്കെ. ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇനി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം പറയും. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ബ്ലോഗ് കൂടെ അവസാനിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. വേറൊരു വീഡിയോമായി കാണുമ്പോഴേക്കും ടാറ്റാ. ഇനി ചോറിനണം, വിശക്കുന്നു. അതുകൊണ്ട് വേഗം ചോറിനെ പോവാം. ടാറ്റാ.